രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം സീരീസിലെ 26ാമത്തെ ക്ലാസ്സാണ് ഇത്. കുഞ്ഞാട് 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ട ദർശനങ്ങൾ 3 ഭാഗങ്ങളായിട്ടായിരുന്നു ദൂതൻ കാണിച്ചു കൊടുത്തത്. 1ാം ഭാഗമാണ് 6ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലുള്ളത്. യഹോവയുടെ നാളാകുന്നു അതിലെ വിഷയം. 2ാം ഭാഗം 7ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അതിൽ ദൈവം തൻ്റെ ദാസന്മാരെ മുദ്രയിട്ട് സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. 3ാം ഭാഗം 7ാം അധ്യായത്തിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസിംഹാസനത്തിന് മുമ്പിലെ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം, അതാണ് ഈ ക്ലാസ്സിലെ വിഷയം. 9ാം വാക്യത്തിൻ്റെ വായന. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ വാക്യം തുടങ്ങുന്നത് ഇതിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവയ്ക്ക് ശേഷം എന്നാണ് കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ. ആഫ്റ്റർ ദീസ് തിങ്സ്, അതായത് കുഞ്ഞാട് 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ട ദർശനങ്ങൾക്ക് 3 ഭാഗങ്ങളുണ്ട്. 2 ഭാഗങ്ങൾ കാണിച്ചു കഴിഞ്ഞു. ഇവയ്ക്ക് ശേഷം എന്ന് അർത്ഥം. 3ാമത്തെ ദർശനത്തിന്റെ വിവരണം ഇനി നോക്കാം. ഇതാ സിംഹാസനത്തിന്റെ മുമ്പാകെയും കുഞ്ഞാടിന്റെ മുമ്പാകെയും നിൽക്കുന്ന ഒരു മഹാപുരുഷൻ. 3ാമത്തെ ദർശനത്തിന്റെ ഭാഗമായി യോഹന്നാൻ കണ്ടത് വലിയൊരു പുരുഷാരത്തെയാണ്. അവർ നിന്നിരുന്നത് ദൈവസിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുമ്പാകെയായിരുന്നു. 4-5 അധ്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവസിംഹാസനവും കുഞ്ഞാടും സ്വർഗത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം നിൽക്കുന്നതും സ്വർഗത്തിലാണ്. ഈ മഹാപുരുഷാരം വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നവരാണ്. വെണ്മ വിശുദ്ധിയുടെ പ്രതീകമാണ്. അവരുടെ അങ്കികൾക്ക് ഈ വെണ്മ ഉണ്ടായത് അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കികൾ അലക്കി വെളുപ്പിച്ചത് കൊണ്ടാണെന്ന് 7ാം അധ്യായം 14ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്തുവിന്റെ രക്തം അവരുടെ സകല പാപങ്ങളും പോക്കി അവരെ ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ആകയാൽ അവർ ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നീതീകരിക്കപ്പെട്ടവരുമാണ്, അഥവാ നീതിമാന്മാരാണ്. അവരുടെ കൈകളിൽ കുരുത്തോലകളുണ്ട്. കുരുത്തോലകൾ എന്തിനെ കാണിക്കുന്നു എന്നാണ് ഇനി ചിന്തിക്കുവാൻ പോകുന്നത്. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 വചനഭാഗങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട്. ഒരെണ്ണമാണ് ഈ ക്ലാസ്സിൽ പരിഗണിക്കുന്നത്. അത് ലേവ്യ പുസ്തകം 23ാം അധ്യായം 40ാം വാക്യമാണ്. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തളിർത്തിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം എന്നാണ് അതിൻ്റെ വായന. സന്ദർഭം മനസ്സിലാക്കുവാനായി ലേവ്യ പുസ്തകം 23ന്റെ 34 ആദ്യം വായിക്കാം. 7ാം മാസം 15ാം തീയതി മുതൽ 7 ദിവസം കൂടാര പെരുന്നാളാകുന്നു. ആകയാൽ കൂടാര പെരുന്നാളിന്റെ പശ്ചാത്തലത്തിലാണ് 23ാം അധ്യായത്തിന്റെ 40ൽ കാണുന്ന കുരുത്തോല എടുക്കൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 23ാം അധ്യായത്തിന്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കൂടാര പെരുന്നാൾ സംബന്ധിച്ച കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. 39ാം വാക്യത്തിന്റെ വായന. ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7ാം മാസം 15ാം തീയതി മുതൽ യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. 40. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈത്തപ്പനയുടെ കുരുത്തോലയും തളിർത്തിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. 41. സംവത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം. കൂടാര പെരുന്നാൾ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1. ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷമായിരുന്നു ഈ ഉത്സവം ആചരിക്കേണ്ടിയിരുന്നത്. ഫലശേഖരണം എന്ന പ്രതീകത്തിന്റെ ആത്മീകമായ അർത്ഥം ആത്മാക്കളെ രക്ഷിക്കുക എന്നതാണ്. യിരെമ്യാവ് 8:20 കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് വായിക്കുന്നുണ്ടല്ലോ. ആകയാൽ കൂടാര പെരുന്നാൾ എന്ന നിഴലിന്റെ പൊരുൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിലാണ് നാം കാണുക. 2. കൈകളിൽ കുരുത്തോലകളേന്തി ദൈവത്തിന്റെ സന്നിധിയിൽ അവർ നിന്നിരുന്നത് സന്തോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. ആകയാൽ വെളിപ്പാട് 7:9 കൈകളിൽ കുരുത്തോലകളേന്തി ദൈവസിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ നിൽക്കുന്നത് രക്ഷിക്കപ്പെട്ടവരാണ്. അവർ കർത്തൃ സന്നിധിയിൽ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ചിത്രമാണ് കാണുന്നത്.
ജാതികളെ അവൻ്റെ ജനത്തോടൊന്നിച്ച് ആനന്ദിക്കുമെന്ന് ആവർത്തനം 31:43 എഴുതിയിട്ടുണ്ടല്ലോ. എല്ലാ ജാതിയിലും ഗോത്രങ്ങളിലും ജനങ്ങളിലും ഭാഷകളിലും നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു മഹാപുരുഷാരം ദൈവം മുമ്പാകെ ഇവിടെ സന്തോഷിക്കുകയാണ്. 3. 7 ദിവസമായിരുന്നു ഈ ഉത്സവ ആഘോഷം. യഹോവയുടെ ഉത്സവങ്ങളിൽ ഒരു ദിവസം ആചരിക്കേണ്ടുന്നവ ഉണ്ട്, 7 ദിവസം ആചരിക്കേണ്ടുന്നവയും ഉണ്ട്. പെസഹ ഒരു ദിവസമാണ് ആചരിച്ചിരുന്നത്. എന്നാൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളോ 7 ദിവസം ആചരിക്കണമായിരുന്നു. ആദ്യത്തെ കറ്റ കൊണ്ടുവരുന്ന പെരുന്നാളും പാപപരിഹാര ദിവസവും ഒരു ദിവസം മാത്രം ആചരിച്ചിരുന്നവയായിരുന്നു. ഇവയുടെ പ്രവചനപരമായ നിവൃത്തി വന്നപ്പോൾ അവ ഒരു ദിവസം കൊണ്ട് നിറവേറി. ഉദാഹരണത്തിന് പെസഹായും പാപപരിഹാര ദിവസവും ക്രിസ്തുവിന്റെ മരണത്തിൽ, ആ മരണ ദിവസത്തിൽ നിറവേറി. ആദ്യത്തെ കറ്റ കൊണ്ടുവരുന്ന പെരുന്നാൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാന ദിവസത്തിൽ നിറവേറി. എന്നാൽ 7 ദിവസം ആചരിച്ചിരുന്ന പുളിപ്പില്ലായ്മയുടെ ഉത്സവം ആത്മിക തലത്തിൽ ഒരായുഷ്കാലം മുഴുവനും ആഘോഷിക്കുവാനുള്ളതാണ്. അങ്ങനെയാണ് 1 കൊരിന്ത്യർ 5:8 പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടാര പെരുന്നാളും ആത്മിക തലത്തിൽ ഒരായുഷ്കാലം മുഴുവൻ ആഘോഷിക്കുവാനുള്ളതാണ്. 4ാമത്തെ പോയിന്റ്, കൂടാര പെരുന്നാൾ ഒരു ഓർമ്മയുടെ ആചരണമായിരുന്നു. ഞാൻ ഇസ്രായേൽ മക്കളെയും ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതികൾ അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം എന്നായിരുന്നു ദൈവകൽപ്പന. ലേവ്യർ 23:42 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ അവർ കൂടാരങ്ങളിൽ പാർത്തിരുന്നപ്പോൾ ദൈവം അവരുടെ മധ്യേ കൂടാരവാസം ചെയ്തിരുന്നു. വെളിപ്പാട് 7:15 പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും എന്ന്. തൻ്റെ ജനത്തോടു കൂടെയുള്ള കർത്താവിൻ്റെ കൂടാരവാസം സംബന്ധിച്ച് വെളിപ്പാട് 21:3 പറഞ്ഞിട്ടുണ്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ കൂടാരവാസം ചെയ്യുകയും അവർ അവൻ്റെ ജനമായിരിക്കുകയും ദൈവം തന്നെ അവരോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാണ് വായന. കൂടാരവാസം താൽക്കാലിക വാസമാകുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ഒരുമിച്ച് കൂടാരവാസം ചെയ്തത് താൽക്കാലികമായിട്ട് ആയിരുന്നു. വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് പ്രവേശിക്കുന്നത് വരെ അവർ മരുഭൂമിയിൽ 40 വർഷം കൂടാരങ്ങളിൽ പാർത്തു. അവരോടുകൂടെ ദൈവവും അങ്ങനെ പാർത്തു. അതുപോലെ വീണ്ടെടുക്കപ്പെട്ട ശേഷം ഈ ലോകത്തിൽ നമുക്കും ഒരു കൂടാരവാസം ഉണ്ട്. കൂടാരമാകുന്ന ഈ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നത് വരെയുള്ള വാസം. ഈ കാലയളവിൽ ദൈവവും നമ്മോട് കൂടെ കൂടാരവാസം ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേകത അവർ അവൻ്റെ ജനം ആയിരിക്കുകയും ദൈവം തന്നെ അവരോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നതാണ്. വെളിപ്പാട് 21:3 വായിച്ചാൽ ഇത് വ്യക്തമാകും. ഇങ്ങനെയായിരുന്നു പഴയ നിയമത്തിന് കീഴിലെ തൻ്റെ ജനത്തോട് ദൈവം പറഞ്ഞതും. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. പുറപ്പാട് 29:45. 2 കൊരിന്ത്യർ 6:16 ദൈവം പറയുന്നതും ഇത് തന്നെയാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ആകയാൽ തൻ്റെ ജനത്തോടു കൂടെയുള്ള ഈ കൂടാരവാസം വർത്തമാനകാല അനുഭവം ആകുന്നു. കൂടാര പെരുന്നാളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന പ്രവചനപരവും ആത്മീകവുമായ സത്യമാണ് നാം ഈ വചനങ്ങളിൽ കാണുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവം അവർക്ക് കൂടാരമാകുന്നു. അവനിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി കഴിക്കുന്ന ജീവിതമാണ് കൂടാര പെരുന്നാൾ. അത് നിമിത്തമുണ്ടാകുന്ന സന്തോഷത്തോടുകൂടെ ദൈവത്തെ സേവിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇവിടുത്തെ പ്രമേയം. വെളിപ്പാട് 21:3 പറഞ്ഞിരിക്കുന്നത് മനുഷ്യരോട് കൂടെയുള്ള ദൈവത്തിന്റെ കൂടാരവാസമാണ്. ദൈവത്തോട് കൂടെ, അതായത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലുള്ള മനുഷ്യന്റെ ജീവിതമാണ് വിഷയം. എന്നാൽ വെളിപ്പാട് 7:15 പറഞ്ഞിരിക്കുന്നത് അവരുടെ മേൽ ഉള്ള കൂടാരവാസമാണ്. അവരുടെ മേൽ എന്ന് പറയുമ്പോൾ ദൈവം ഒരു കൂടാരം പോലെ മനുഷ്യരുടെ മേൽ. കൂടാരം എങ്ങനെയാണോ വെയിലിൽ നിന്നും ചൂടിൽ നിന്നുമൊക്കെ സംരക്ഷണമായിരിക്കുന്നത്, അതുപോലെ ദൈവം നമുക്ക് സംരക്ഷകനായിരിക്കും എന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം 7-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും, വെയിലും യാതൊരു ചൂടും അവരെ തട്ടുകയുമില്ല എന്നാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്.
ദൈവജനത്തിന് ലഭിക്കുന്ന ഈ സംരക്ഷണത്തെക്കുറിച്ച് ക്രിസ്തുവിന്റെ ആത്മാവ് യെശയ്യാവിലൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിക്കുവാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. യെശയ്യാവ് 4-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വസ്തുത, ഈ വചനങ്ങളിൽ സംസാരിച്ചിരിക്കുന്ന സംഭവങ്ങൾ സിയോൻ പർവ്വതത്തിൽ സംഭവിക്കും എന്നതാകുന്നു. എന്നാൽ ഇതിന്റെ നിഴലായ സംഭവങ്ങൾ പഴയ നിയമത്തിന് കീഴിലുണ്ടായിരുന്ന ജനത്തിന് ആ കാലത്ത് അനുഭവസ്ഥമായി എന്ന് തിരുവെഴുത്തുകളിൽ കാണുന്നു. എന്നാൽ ക്രിസ്തുവിനരികിൽ വന്ന് പുതിയ നിയമത്തിന്റെ ഭാഗവാക്കുകളായി തീർന്നവരെ കുറിച്ച് എബ്രായർ 12:22 പറയുന്നത് അവർ സിയോൻ പർവ്വതത്തിന് അരികിലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ 1 പത്രോസ് 2 ഓരോ വിശ്വാസിയും സിയോനിൽ ഇട്ടതായ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലായ യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം അവനോട് ചേർത്ത് പണിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാമും സിയോൻ പർവ്വതത്തിലാണ് ആയിരിക്കുന്നത്. ആകയാൽ യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഓരോ വിശ്വാസിയിന്മേലും എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും എന്ന് വെച്ചാൽ ദൈവജനമായിരുന്ന ഇസ്രായേലിന്റെ മക്കൾക്ക് എങ്ങനെയാണോ പകൽ തണലായി മേഘത്തിലും രാത്രിയിൽ വെളിച്ചത്തിനായി അഗ്നിത്തൂണിലും ദൈവം ഉണ്ടായിരുന്നത്, അതുപോലെ ദൈവം ഇന്നും തൻ്റെ ജനത്തോട് കൂടെയുണ്ട്. ഭൗതികമായിരിക്കുന്ന തണലും വെളിച്ചവും നൽകുവാനല്ല, നേരെ മറിച്ച് ആത്മീകമായ തണലും വെളിച്ചവും നൽകുവാൻ തൻ്റെ സഭയുടെ മീതെ ദൈവമായ കർത്താവ് മേഘവും അഗ്നിത്തൂണുമായി ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന സത്യമാണ്. അത് വിശ്വാസത്താൽ അംഗീകരിക്കേണ്ടതായ സത്യവുമാണ്. ഇതേ സത്യം മറ്റൊരു തരത്തിൽ, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്നിങ്ങനെ സെഖര്യാവിൽ പറഞ്ഞതിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും എന്ന് യെശയ്യാവ് പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചാൽ സംരക്ഷണമായ ഒരു മറ പോലെ ദൈവം തൻ്റെ ജനത്തിനുണ്ടായിരിക്കും എന്നാണ് അർത്ഥം. അതുപോലെ പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിക്കുവാൻ സങ്കേതവും മറവിടവും ആയും ഒരു കൂടാരം പോലെ ദൈവം തൻ്റെ സഭയുടെ മേലുണ്ടായിരിക്കുമെന്നാണ് യെശയ്യാവിലൂടെ ക്രിസ്തു പറഞ്ഞത്. സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ നിൽക്കുന്നവരുടെ കൈകളിൽ കുരുത്തോലകൾ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥമെന്ത് എന്ന് ലേവ്യ പുസ്തകം 23:34 മുതൽ 41 വരെയുള്ള വചനഭാഗത്തെ ആസ്പദമാക്കി നാം ഇതിനകം കണ്ടു. ഇനി ഇതേ കാര്യം രണ്ടാമതൊരു വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാം. അത് അടുത്ത ക്ലാസ്സിലാകട്ടെ. സമാപിക്കുന്നതിന് മുമ്പ് ഒരു വിലയേറിയ സത്യം കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സ്വർഗത്തിൽ സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്ന കാഴ്ച സത്യത്തിൽ യഹോവ സാക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട ദുരുപദേശത്തിനെതിരെ നിൽക്കുന്ന വചനഭാഗമാണ്. അവർ പറയുന്നത് സ്വർഗത്തിലേക്ക് കേവലം 1,44,000 പേർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ ഇവിടെ സ്വർഗത്തിൽ നിൽക്കുവാൻ പോകുന്നവരായി ചിത്രീകരിച്ചിരിക്കുന്നത് സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണി കൂടാത്ത ഒരു മഹാപുരുഷാരത്തെയാണ്. ആകയാൽ കേവലം 1,44,000 പേരല്ല, സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അവരിൽ ക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഉൾപ്പെട്ടിരിക്കാൻ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കരുണയും മനസ്സലിവും എത്ര വലിയത് എന്ന് ഇതിലൂടെ നമുക്ക് ഓർത്ത് തനിക്ക് സ്തോത്രം ചെയ്യാം. മലയാളത്തിലെ ഒരു അനശ്വര ക്രൈസ്തവ ഗാനരചയിതാവ് നാഗലിന്റെ തൂലികയിൽ നിന്ന് ഉതിർന്നു വീണ ഒരു വരി ഉദ്ധരിക്കട്ടെ. ഇനിയും സ്ഥലമുണ്ടേ, ഇനിയും സ്ഥലമുണ്ടേ, ദൈവം നിന്നെയും വിളിക്കുന്നു, ദൈവം നിന്നെയും വിളിക്കുന്നു, വരിക വരിക വരിക,
വേഗം സ്വർഗീയ വിരുന്നിനായി. പ്രിയ ശ്രോതാവെ, ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.